Hi, hello and welcome back to my channel Saimat Tech. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 മാത്സിന്റെ ലാസ്റ്റ് ചാപ്റ്ററായ പ്രോബബിലിറ്റിയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ അതിന്റെ ആദ്യത്തെ 2 വീഡിയോ കാണാത്തവരെ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാൻ, എന്നിട്ട് മാത്രമേ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് എക്സസൈസ് കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈവന്റ് ഒക്കെയാണ്. അപ്പൊ ഈവന്റ് എന്താണ് ഒരു ഈവന്റ് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ സെക്ഷനിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഈവന്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളൊരു ഡൈ റോൾ ചെയ്യാണ്. ഓക്കെ, ഡൈ റോൾ ചെയ്യുകയാണെങ്കിൽ സാമ്പിൾ സ്പേസ് എസ് എന്ത് വരും? 1 2 3 4 5 6. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നമ്മൾ ഈവൻ നമ്പേഴ്സ് എടുത്ത് എഴുതുകയാണ്. ഓക്കെ, ഈവൻ നമ്പേഴ്സ് 2 4 6. ഇപ്പോ ഇതിനെ E1 എന്ന് എടുക്കുകയാണ്. ഈ 2 4 6 അതായത് E1 ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് എസ് അല്ലേ? ഇതിന്റെ ഒരു സബ്സെറ്റ് അല്ലേ ഇത്? സോ ദിസ് E1 എന്ന് പറയുന്നതിനെ നമ്മളൊരു ഈവന്റ് ആക്കി എടുക്കും. ഈവന്റ് ഓഫ് ഗെറ്റിംഗ് ആൻ even number. Okay, so any subset of sample space S is called an event. Okay, ഈ S ന്റെ സബ്സെറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതെല്ലാം എന്താണ്? ഈവന്റ്സ് ആണ്. സോ നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. ഇവന്റ് ഓഫ് ഗെറ്റിംഗ് an odd number E2 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പർ ഈസ് 1 3 5. അതും ഈ എസ് ന്റെ ഒരു സബ്സെറ്റ് ആണ്. സോ E2 ഈസ് ഓൾസോ an event. സോ എന്താണ് ഈവന്റ് എന്ന് മനസ്സിലായില്ലേ? Any subset of sample space S is called an event. Okay. ഇനി നമുക്ക് ഇവന്റ് occurrence of an event ആണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ നമ്മൾ be the event of getting a number less than 4. ഓക്കെ, അപ്പൊ നമ്പർ ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ ഈ സാമ്പിൾ സ്പേസിൽ ഏതൊക്കെയുള്ളൂ? 1 ഉം 2 ഉം 3 ഉള്ളൂ. സോ നമ്മൾ റോൾ ചെയ്യുമ്പം 1 കിട്ടുവാണെങ്കിൽ the event has occurred എന്ന് പറയാം. 2 കിട്ടുവാണെങ്കിലും 3 കിട്ടുവാണെങ്കിലും event has occurred എന്ന് പറയാം. ഇനി 4 5 6 ആണെങ്കിൽ that number is not less than 4. So 4 5 6 ഇതിൽ ഏതെങ്കിലും ആണ് നമ്മൾ ഡൈ റോൾ ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ event has not occurred എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് occurrence of an event. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇവന്റ്സ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇവന്റ്സ് ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇമ്പോസിബിൾ ഇവന്റ് ആൻഡ് ഷുവർ ഇവന്റ്. ഇപ്പൊ ഇമ്പോസിബിൾ ഇവന്റ് ഉണ്ട്, ഷുവർ ഇവന്റ് ഉണ്ട്. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് ഒരു ഡൈ റോൾ ചെയ്യാണ്. സോ സാമ്പിൾ സ്പേസ് എന്ത് വരും? 1 2 3 4 5 6. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇവന്റ് ഇ. ഓക്കെ, ഇവന്റ് ഇ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 7. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 7. പക്ഷേ ഈ സാമ്പിൾ സ്പേസ് എസ്സില് മൾട്ടിപ്പിൾ ഓഫ് 7 ഉണ്ടോ? ഇല്ല. സോ ഇ എന്ന് പറയുന്നത് എന്ത് വരും? ഒന്നുമില്ല, എലമെന്റ് ഒന്നുമില്ല. സോ 5. ഓക്കെ, അപ്പോ ഇതൊരു എംപ്റ്റി ആയിട്ട് വരും. സോ ഇതിനെ നമ്മൾ ഇമ്പോസിബിൾ ഇവന്റ് എന്നാണ് പറയാ. എലമെന്റ്സ് ഒന്നുമില്ല. സോ ദാറ്റ് ഇവന്റ് ഈസ് കോൾഡ് ഇമ്പോസിബിൾ ഇവന്റ്. അങ്ങനെ വരുമ്പോൾ സാമ്പിൾ സ്പേസിനെ നമ്മൾ ഷുവർ ഇവന്റ് എന്നും പറയും. ഓക്കെ, അപ്പൊ അതാണ് ഇമ്പോസിബിൾ ഇവന്റ് ആൻഡ് ഷുവർ ഇവന്റ്. ഹോൾ സാമ്പിൾ സ്പേസിനെ നമ്മൾ ഷുവർ ഇവന്റ് എന്നും പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സിമ്പിൾ ഇവന്റ്. ഓക്കെ, സിമ്പിൾ ഇവന്റ്. ഇപ്പോ നമ്മളൊരു സാമ്പിൾ സ്പേസ് എഴുതാണ് ടോസിങ് 2 coins. അപ്പൊ സാമ്പിൾ സ്പേസ് എന്ത് വരും? HH TH HT and TT. Then event E1 is getting exactly 1 head, getting exactly 2 head. Okay, getting exactly 2 heads. അങ്ങനെയാണെങ്കിൽ E1 equal to എന്ത് വരുള്ളൂ? HH. ഇനി E2 എന്ന് പറയുന്ന ഒരു ഇവന്റ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 tails. എന്ത് മാത്രമേ വരുള്ളൂ? TT അല്ലേ? അപ്പൊ ഒരു എലമെന്റ് മാത്രമാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ സിമ്പിൾ ഇവന്റ്. ഓക്കെ, ഇവന്റില് ഒരു എലമെന്റ് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ, സാമ്പിൾ സ്പേസിൽ ഒരു എലമെന്റ് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ സിമ്പിൾ ഇവന്റ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് ഇവന്റ്. കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും?
മോർ ദാൻ 1 എലമെന്റ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ കോമ്പൗണ്ട് ഇവന്റ്. ഇപ്പോ E3 എന്ന് പറയുന്ന ഇവന്റ്, ഓക്കെ, E3 എന്ന് പറയുന്ന ഇവന്റ് ഓഫ് ഗെറ്റിംഗ് മോർ ദാൻ 1 ഹെഡ്, ഓക്കെ, ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹെഡ് വരുന്ന എന്തും നമുക്ക് എടുക്കാം. സോ ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് വരുമ്പോൾ നമുക്ക് E3യിൽ ഏതൊക്കെ വരും? HH വരും, TH വരും, HT വരും. ഇവിടെ എന്താ മോർ ദാൻ 1 എലമെന്റ് ഉണ്ട്. ഇവിടെ 3 എലമെന്റ്സ് ഇല്ലേ? മോർ ദാൻ 1 എലമെന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ കോമ്പൗണ്ട് ഇവന്റ്. സോ എല്ലാം ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് പറയാം ടൈപ്സ് ഓഫ് ഇവന്റ്സ്. ഫസ്റ്റ് വൺ ഈസ് ഇമ്പോസിബിൾ ആൻഡ് ഷുവർ ഇവന്റ്. ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുമ്പോൾ നള്ളായിരിക്കും, എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഹോൾ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് എ ഷുവർ ഇവന്റ്. ദെൻ സിമ്പിൾ ഇവന്റ് എന്ന് പറയുമ്പോൾ ഒറ്റ എലമെന്റ് മാത്രമേ ഇവന്റിൽ വരുള്ളൂ, ദാറ്റ് ഈസ് സിമ്പിൾ ഇവന്റ്. കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 എലമെന്റ്സ് ഉണ്ടാവും, സോ ദാറ്റ് ഈസ് കോമ്പൗണ്ട് ഇവന്റ്. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഓൾജിബ്ര ഓഫ് ഇവന്റ്സ് ആണ്. ഇപ്പൊ സാമ്പിൾ സ്പേസ് എസ് നമ്മൾ ഡൈ റോൾ ചെയ്യുന്നത് തന്നെ എടുക്കാണ്. 1 2 3 4 5 6. E be the event of getting an even number. Okay, E be the event of getting even number. So E എന്ത് വരും? 2 4 6. ഇതിന്റെ കോംപ്ലിമെന്റ്, ഈ കോംപ്ലിമെന്റ് എന്ത് വരും? 1 3 5. ഈ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ബാക്കിയല്ല. ഓക്കെ, 2ഉം 4ഉം 6ഉം കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയുണ്ട്? 1 3 5. സോ ഈ കോംപ്ലിമെന്റ് ഈസ് 1 3 5. ഇതാണ് കോംപ്ലിമെന്റ് ഓഫ് അൻ ഈവൻ. അതൊഴിച്ചിട്ട് ബാക്കിയല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഈവന്റ് A or B. A or B എന്ന് പറഞ്ഞാൽ A യൂണിയൻ B ആണ്. ഓക്കെ, A യൂണിയൻ B. ദെൻ ഈവന്റ് A and B. A and B എന്ന് പറഞ്ഞാൽ A ഇന്റർസെക്ഷൻ B ആണ്. ഓക്കെ, A or B എന്ന് പറഞ്ഞാൽ A യൂണിയൻ B ആണ്. A and B എന്ന് പറഞ്ഞാൽ A ഇന്റർസെക്ഷൻ B ആണ്. ഈവന്റ് A but not B. A but not B എന്ന് പറഞ്ഞാൽ A minus B. A minus B നെ നമുക്ക് A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കൺസിഡർ ദ എക്സ്പെരിമെന്റ് ഓഫ് റോളിംഗ് എ ഡൈ. ഒരു ഡൈ റോൾ ചെയ്യാണ്. ലെറ്റ്, അപ്പൊ സാമ്പിൾ സ്പേസ് എന്ത് വരും? 1 2 3 4 5 6. ഞാൻ എഴുതുന്നില്ല. ലെറ്റ് A be the event getting a prime number. A എന്ന് പറയുന്നത് ഇവന്റ് എന്താണ്? പ്രൈം നമ്പർ. ഇത് പ്രൈം ഏതൊക്കെയുണ്ട്? 2 3 5. ഓക്കെ, ദെൻ B be the event getting odd number. B odd number കിട്ടണം. അത് ഏതൊക്കെയാണ്? 1 3 5. Write sets representing the events A or B. ഇപ്പൊ ഫസ്റ്റ് വൺ ചോദിച്ചേക്കുന്നത് A or B. A or B എന്ന് പറയുന്നത് എന്താണ്? A യൂണിയൻ B. A യൂണിയൻ B എന്തൊക്കെ വരും? 1 2 3 5. ഓക്കെ, രണ്ടിലും കൂടി ഉള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. രണ്ടും കൂടി ചേർത്തിട്ട് എഴുതുക. നിങ്ങൾ സെറ്റ്സിൽ പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഒരുപാട് പറയുന്നില്ല. ദെൻ സെക്കൻഡ് വൺ A ഇന്റർസെക്ഷൻ A and B ആണ്. A and B എന്ന് പറയുമ്പോൾ എന്താണ്? A ഇന്റർസെക്ഷൻ B. രണ്ടിലും കൂടി കോമൺ ആയിട്ട് വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? 3ഉം 5ഉം മാത്രമേ ഉള്ളൂ. ദെൻ തേർഡ് വൺ A but not B. A but not B എന്ന് പറയുമ്പോൾ A minus B ആണ്. A minus B എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, എയിലുള്ളത് ബിയിലില്ലാത്തത്. ഓക്കെ, എയിലുള്ളത് ബിയിലില്ലാത്തത്. എയിലുള്ളതും ബിയിലില്ലാത്തതും ആയിട്ടുള്ള എന്താ ഉള്ളത്? 2 മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് നോട്ട് എ. നോട്ട് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് A കോംപ്ലിമെന്റ് ആണ്. എയിലില്ലാത്ത ബാക്കിയെല്ലാം 2 3 5 ഒഴിച്ച് ബാക്കി എന്തൊക്കെയുണ്ട്? 1 4 6. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആൻഡ് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് എന്താണെന്നാണ്. അപ്പൊ നമ്മള് ഡൈ റോൾ ചെയ്യുന്ന സാമ്പിൾ സ്പേസ് തന്നെ എഴുതാം. അത് പഠിക്കാനായിട്ട് 1 2 3 4 5 6 ആണ് സാമ്പിൾ സ്പേസ്. ദെൻ A be the event of getting odd number. ഇപ്പൊ 1 3 5. B be the event of getting even number. ഇപ്പൊ 2 4 6. ഇവിടെ A ഇന്റർസെക്ഷൻ B എന്താണ്? രണ്ടിലും കൂടി കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സോ A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു 5. രണ്ടിലും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഒരു എലമെന്റും ഇല്ല. A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു 5 ആണെങ്കിൽ ദാറ്റ്
എ ആൻഡ് ബി ഇവന്റ്സ് എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയും. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി എന്തെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. രണ്ട് ഇവന്റിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എലമെന്റ്സ് ഒന്നും ഇല്ല, 5 ആണെങ്കിൽ ദാറ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ഓക്കെ, ഇനി എന്താണ് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് എന്ന് നമുക്ക് നോക്കാം. അപ്പം സി അപ്പൊ എന്തൊക്കെ വരും? 4, 5, 6. ഇനി നമ്മള് സി യൂണിയൻ ഡി എടുക്കാണ്. സി യൂണിയൻ ഡി എടുക്കുമ്പോ എന്തൊക്കെ വരും? 1, 2, 3, 4, 5, 6 ദാറ്റ് ഈസ് ഈക്വൽ ടു സാമ്പിൾ സ്പേസ് എസ്. സോ നമ്മൾ രണ്ട് ഇവന്റ്സിന്റെ യൂണിയൻ എടുത്താൽ that is equal to sample space S ആണെങ്കിൽ that is mutually exhaustive events. So C and D are mutually exhaustive, A and B are mutually exclusive. Okay, അപ്പൊ ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, കോയിൻ ഈസ് ടോസ്ഡ് 3 times, കൺസിഡർ ദ ഫോളോവിംഗ് ഇവന്റ്സ്. അപ്പൊ കോയിൻ ടോസ്ഡ് 3 times, സാമ്പിൾ സ്പേസ് ഫസ്റ്റ് എഴുതാം. എന്തൊക്കെ വരും സാമ്പിൾ സ്പേസില്? HHH, HHT, HTH, THH, TTH, HTT, THT and TTT. Okay, this is a sample space. A be the event, no head appears. അപ്പൊ എന്ത് മാത്രമേ വരുള്ളൂ? TTT. B be the event of getting exactly one head appear. Exactly one head. അപ്പൊ ഒറ്റ ഹെഡ് മാത്രമേ ഉള്ളത്. ഏത് മാത്രമേ ഉള്ളൂ? TTH ഉണ്ട്, HTT ഉണ്ട്, THT ഉണ്ട്. നെക്സ്റ്റ് ഈസ് C. C be the event of getting at least 2 head. At least 2 head എന്ന് പറയുമ്പോൾ 2 ആവാം, more than or equal to 2. That is 2 ആവാം, 3 ആവാം. അപ്പൊ എന്തൊക്കെ വരും? HHH 3 head, then 2 head വരുന്നത് HHT, HTH, THH. Okay. Then the question is, do they form a set of mutually exclusive and exhaustive events? So mutually exclusive and exhaustive events ഏതൊക്കെയാന്ന് നോക്കണം. അപ്പൊ നമ്മള് A യൂണിയൻ B യൂണിയൻ C എടുത്തു നോക്കുവാണ്. അപ്പൊ എന്ത് വരും? HHH, HHT, HTH, THH, പിന്നെ TTH, HTT, THT and TTT. This is same as a sample space S. So A, B, C events. The events A, B and C are mutually exhaustive events. Okay, union എടുക്കുമ്പോൾ sample space S എടുക്കുകയാണെങ്കിൽ that events are mutually exhaustive. Okay, then നമുക്ക് mutually exclusive events നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് A intersection B എടുക്കണം, B intersection C എടുക്കണം, പിന്നെ ഏതാണെന്ന് നോക്കണ്ടേ? A intersection C നോക്കണം. A intersection B എന്ത് വരും? A intersection B 5 ആണ്. B intersection C എന്താണ്? B intersection C ല് ഉണ്ടോ? ഇല്ല. സോ അതും 5 ആണ്. A intersection C എന്താണ്? രണ്ടിലും കോമൺ ആയിട്ടൊന്നുമില്ല, 5 ആണ്. സോ A and B are mutually exclusive, B and C are mutually exclusive, A and C are mutually exclusive. Okay. So നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? A, B and C forms a set of mutually exclusive events and mutually exhaustive events. Okay. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെക്കൻഡ് എക്സസൈസ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ +1 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.